കാണുന്നുണ്ട്, കാണാൻ കയറി കാണാൻ എല്ലാവരും. ആ നല്ല പടമായിരുന്നു. കോമഡി ഫിലിമായിരുന്നു. അതായത് രഞ്ജു പണിക്കൻ്റെ മകളായിട്ട് പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കോമഡി ഉള്ള സിനിമയാണ്. എന്റെ 6ാമത്തെ സിനിമയാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നീ പടത്തിനകത്ത് വർക്ക് ചെയ്തൊക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ 23 വർക്ക്സ് ചെയ്തിട്ടുണ്ട്. പടം നല്ല പടം, നന്നായിട്ട് ഡയറക്ഷൻ കൊള്ളാം. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്ന സബ്ജക്റ്റാണ്. പിന്നെ ഇതിൽ എല്ലാവരും എടുത്തു പറയേണ്ടത് വരും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നന്നായിട്ടുണ്ട്. അജു വർഗീസ് ആയാലും സിജ റോസ് ആയാലും മറ്റുള്ള ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ലൊരു ഒരു കോമഡി ആക്ഷൻ ഡ്രാമയാണ്. പടം ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ് അടിപൊളിയാണല്ലോ. പിന്നെ നമ്മുടെ സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല ഫണ്ണാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി ഒരു ഇമോഷണൽ ഒരു ക്യാരക്ടറിലേക്ക് പോകുന്നത്. ബട്ട് ഐ എൻജോയ് ദ മൂവി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്. അയ്യോ പൊളിയായിരുന്നു, എന്ത് പറയാനാ. അജുചേട്ടൻ നല്ലൊരു പെർഫോമറാണ്. പിന്നെ ഓൺ ദ സ്പോട്ട് നമ്മൾ പടം കാണുമ്പോൾ തന്നെ അറിയാം, കുറേ നാച്ചുറലായ കുറേ നല്ല നല്ല സാധനങ്ങൾ, ഐ മീൻ ലൈക്ക് റിയാക്ഷൻസും പെർഫോമൻസസും ഒക്കെ വന്നിട്ടുണ്ട്. സോ എനിക്ക് അജുചേട്ടൻ്റെ പെർഫോമൻസ് പറയാൻ നമുക്ക് കുറേ പടങ്ങൾ, ഓഫ് കോഴ്സ് ഹി ഹാസ് ഗിവൻ അസ് എ ലോട്ട് ഓഫ് ഫിലിംസ്, നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. ഇതിൽ ഓഫ് കോഴ്സ് ഒരു ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. ഞാൻ എൻജോയ് ചെയ്തു അജുചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ. താങ്ക് യു. ഒരു കോമഡി ത്രില്ലറാണ്. താങ്ക് യു. ഒരു എൻ്റർടൈനറാണ് പടം. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന ഒരു പരിപാടിയാണ്. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അത് എനിക്ക് തോന്നുന്നു കുറേ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ കട്ട് ചെയ്ത് വന്നപ്പോൾ കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. രസമാണ്. വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കരുതും. സിനിമയാണ്, എൻ്റർടൈനറാണ്, കാണുക. ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആരുടെയായിരുന്നു? എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്യണം. അജുവിൻ്റെ ഒരു പ്രത്യേക അജു ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അജുവിൻ്റെ ഫ്രണ്ട് സർക്കിളും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് സുരാജിൻ്റെ ക്യാരക്ടർ ഒരു അടിപൊളിയായിട്ട് തോന്നി. സുരാജും ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു രസം പരിപാടിയാണ്. കാര്യം സുരാജ് ഇത്രയും ബിസിയായിട്ടും ഇത്രയും ഒരു ഹീറോ ലെവലിൽ നിൽക്കുന്ന ടൈമിൽ ഈ പടത്തിൽ വന്നിട്ട് ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും അടിപൊളിയായി ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്. ഡയറക്ടറിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്. പുള്ളി ഇതിനകത്തൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, സലോൺ. പിന്നെ എൻ്റെ ടീം വർക്ക് അടിപൊളി. DOP, എഡിറ്റിംഗ് എല്ലാം നല്ലതായിട്ട്, പാട്ട് എല്ലാം നന്നായിട്ട്. ഞാൻ കണ്ടതിൽ വെച്ചൊരു നല്ലൊരു മൂവി തന്നെയാണിത്. ലൈക്ക് 2025 അപ്പോൾ ഞാനിതിൽ ചെറുതായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫണ്ടായിരുന്നു. സെറ്റിലെ എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ, അജുവേട്ടൻ്റെ കൂടെ എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ നല്ല ഫണ്ണായിട്ടാണ് പോയത്. അപ്പം നല്ല മൂവിയാണ്. അല്ലല്ല, ഞാനൊരു 8-9 പടം ചെയ്തിട്ടുണ്ട്. പിന്നെ തെലുങ്കിലും തമിഴൊക്കെ ആയിട്ട് ആൽബം മൂവി ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു നല്ല ഫണ്ണായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് നല്ല രസമായിരുന്നു. ലൈക്ക് എല്ലാവരും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പടം ഞാനിപ്പോൾ പടം കണ്ടിട്ടിറങ്ങില്ല. പടം കണ്ടായിരുന്നു. പടം കാണുക, എല്ലാവരും കാണുക. ഒരു കോമഡി ത്രില്ലർ എന്നുള്ളൊരു സംഭവമാണ്. അജുചേട്ടൻ്റെ ഹീറോ ആയിട്ട് അജുചേട്ടനെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒരു ചേട്ടനെ പോലുള്ള ഒരാളോടാണ്. സോ അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇനി അദ്ദേഹം ഹീറോ ആയിട്ടുള്ള ഒരുപാട് പടങ്ങൾ വരട്ടെ. എന്തായാലും എല്ലാവരും പടക്കുതിര കാണുക. ഒരു കോമഡി ത്രില്ലർ ആണ്. ഓക്കെ, പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആരുടെയായിരുന്നു? എനിക്ക് അജുചേട്ടൻ്റെ എല്ലാവരുടെയും, ജോമോൻ ചേട്ടൻ, പിന്നെ അഖിലണ്ണനുണ്ട്, എല്ലാവർക്കും അതിനകത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണല്ലോ. എല്ലാവരും നന്നായിട്ടുണ്ട്. ഈ കാണാൻ വരുന്നൊരു പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ള? ഒരു കോമഡി ത്രില്ലർ. നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഫൺ രീതിയിൽ, പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മൂഡിൽ സസ്പെൻസും ഇതൊക്കെയുള്ള ട്വിസ്റ്റൊക്കെ ഉള്ളൊരു സംഭവം. സോ ഒരു കോമഡി ത്രില്ലർ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കാണുക പടക്കുതിര. ഓക്കെ, താങ്ക് യു. കുടുംബം ഒന്നിച്ച് വന്ന് കണ്ടാൽ ഒരു കുഴപ്പമില്ലാത്തൊരു പടം. പിന്നെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ സംരംഭമല്ലേ, അവരുടെ ഒത്തിരി മാസങ്ങളുടെ അധ്വാനമാണ്. ഞാനൊരു സിനിമ എടുത്ത പ്രൊഡ്യൂസറായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ വേദന എന്നാന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ വരുന്ന ചെറിയ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനത്തെ ചെറിയ സിനിമകളെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടുകയും ചെയ്താൽ അവരിനിയും നല്ല സിനിമ ചെയ്യും. അപ്പോൾ അവർക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാനും, അപ്പോൾ ഇവരുടെ കഠിന പ്രയത്നത്തെയൊക്കെ മാനിച്ചും, പിന്നെ കണ്ടാൽ ആർക്കും ഉപദ്രവമൊന്നുമില്ല.
നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. മുതൽക്ക് എവിടേക്കോ ചില മിസ്സിങ്ങുകളൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലെന്നേ, ഒരു സിങ്ക് ആവട്ടെ. അങ്ങനെയൊന്നുമില്ല. കഥ എത്തുമ്പോഴത്തേനും നമുക്ക് സിങ്ക് ആവുന്നുണ്ട്. ആദ്യത്തെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നന്നായിട്ടാണ് പോകുന്നത്. നമുക്ക് കണ്ടിരിക്കാമല്ലോ. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. കൊടുക്കുന്നതിനകത്ത് മുതലാവും. നഷ്ടമില്ല, നഷ്ടം വരികയില്ല. ഇതിലൊക്കെ വലിയ 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 കോടികളുടെ വന്നിട്ട് തലവേദന എടുക്കുന്നേക്കാളും ചെറിയ പടമാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഭയങ്കര പോസിറ്റീവ് ഫീലായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വന്നതെന്നാണ് മനസ്സിലായത്. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു കുഞ്ഞു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ തിയേറ്ററിൽ വന്ന് കാണുക. നിങ്ങളല്ലേ പറയണ്ടേ? അപ്പോൾ ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. ഹ്യൂമർ ആണെങ്കിലും എല്ലാം സക്സസ്ഫുൾ ഹ്യൂമർ ഒക്കെ ആയിരുന്നു തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ചോദിച്ചല്ലേ, പറഞ്ഞില്ലേ? ഓക്കെ, നല്ല രീതിയിൽ കരാട്ടയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെ, ചെറിയൊരു പോർഷനാണ് ചെയ്തിട്ടുള്ളത്. അതൊരു കരാട്ടെ പോർഷൻ, ഒരു ഫൈറ്റ് പോർഷൻ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് കൂടുതൽ വേറൊന്നും പറയാൻ വരുന്നില്ല. എന്താ പറയാനുള്ളത്? എന്ത് പ്രതീക്ഷിച്ച് വന്നാലായിരിക്കും ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു കോമഡി മൂവി, എൻഗേജിങ് ആയിട്ടുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ച് ഉള്ള ഒരു പടമുണ്ട് ബേസിക്കലി. പടങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പ്രേക്ഷകരോട് കണ്ടപ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നിയത്. എൻ്റെ ആദ്യത്തെ പടം. ആ പടം എല്ലാവരുടെയും മുമ്പിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കിട്ടിയ റിവ്യൂ അല്ലെങ്കിൽ അവർ പറഞ്ഞ അവരുടെ വാക്കുകൾ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. നിങ്ങളെല്ലാവരും പടം കാണണം, വലിയ പടങ്ങൾ വരുന്നുണ്ട്, എന്നാലും ഞങ്ങളുടെ കൊച്ചു പടത്തെ മറക്കരുത്. ഒരുപാട് ചിരിക്കാനും കുറച്ച് ചെറിയ ഫാമിലി ഓഡിയൻസിന് എൻ്റർടൈൻമെൻറ്റായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു പടമാണ്. എല്ലാവരും വരണം, വന്ന് സഹകരിക്കണം എന്ന്. അമേസിങ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അജിചേട്ടൻ്റെ പെർഫോമൻസ് ഞാൻ ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അജിചേട്ടനെ എനിക്ക് തോന്നുന്നു ഇത്രയും വേറൊരു രീതിയിൽ, അജിചേട്ടനായാലും രഞ്ജി പണിക്കർ സാറായാലും രണ്ടുപേരും ഒരു ഡിഫറെൻ്റ് ആയിട്ട് മസിൽ പിടുത്തോ ഒന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ്. അത് ഭയങ്കര രസമായിട്ട് രഞ്ജി പണിക്കർ സാറ്, അതുപോലെ ജോമോൻ്റെ കൗണ്ടറുകളെല്ലാം നന്നായിട്ട് ജോമോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷമീർ, നന്ദുചേട്ടൻ, ഈ പറഞ്ഞ ഓരോ ആക്ടേഴ്സും വളരെ രസകരമാണ്. ഏകദേശം 18ഓളം ആർട്ടിസ്റ്റ് നമുക്കുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ ചിരിപ്പിക്കുകയും ആ ഒരു കൊച്ചു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു പടമാണെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നു. അതാണ്. താങ്ക് യു സോ മച്ച്.